എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഗുഹാനെയും ആ പിക്കലോ മോൺസ്റ്ററിനെ ആയിരിക്കും കാണിക്കുക. ഗുഹാനാണെങ്കിൽ ഇപ്പോൾ പിക്കലോ പറഞ്ഞതനുസരിച്ച് ഡ്രസ്സൊക്കെ വളരെ നീറ്റായിട്ട് അങ്ങനെ മടക്കി വെക്കുകയാണ്. ഗുഹാനാണെങ്കിൽ ഇപ്പോൾ പിക്കലോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് ട്രെയിനിങ് ആണ് എനിക്ക് തരാനായിട്ട് പോകുന്നത്? അതിന് മോൺസ്റ്റർ പിക്കലോ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ നിനക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും തരാൻ പോകുന്നില്ല, 6 മാസം ഒക്കെ ഞാൻ സമയം തരും, അതിനുള്ളിൽ നീ ഈ കാട്ടിൽ സർവൈവ് ചെയ്യണം. അത് കേട്ട് അവൻ ഞെട്ടും. ഓ നോ, നിങ്ങൾ എന്താ ഈ പറയണേ? ഈ കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കോ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്, ഞാൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും? എനിക്ക് ആരുമില്ല, ചെയ്തെന്നെ ഒറ്റയ്ക്കാക്കരുത്, എന്നെ എന്റെ പപ്പയുടെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ ആക്കണം. അതിന് പിക്കലോ ആണെങ്കിൽ തീർത്തു പറയും, ഇത് നിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗം തന്നെയാണ്, നീ ഇനിയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല, കാര്യങ്ങൾ എങ്കിലും തിരിച്ചറിയണം, നിന്റെ മേലെയുള്ള റെസ്പോൺസിബിലിറ്റി അത് വളരെ വലുതാണ്. ഈ കാട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കില്ല, ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്, അവറ്റകളുടെ മുന്നിൽ പെടാതെ നീ രക്ഷപ്പെട്ട് ഇവിടെ 6 മാസക്കാലം സർവൈവ് ചെയ്യണം, നിനക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം വെള്ളം എല്ലാം തന്നെ നീ ഒറ്റയ്ക്ക് കണ്ടെത്തണം. വുഹാനാണെങ്കിൽ അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഭയമാകും. അവനാണെങ്കിൽ വീണ്ടും കരയാനായിട്ട് തുടങ്ങുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇതുപോലെ വെറുതെ കരയാൻ പാടില്ല എന്ന്? നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, നിന്റെ ഉള്ളിൽ ഒരുപാട് പവറുണ്ട്, പവറും ഇമോഷൻസും അതിനെ നീ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും 6 മാസത്തിനുള്ളിൽ നിന്റെ പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതിന് എന്റെ മുൻപിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഗുഹാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനിവിടെ നിൽക്കില്ല, എന്നെ ദയവ് ചെയ്ത് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പേടിയാണ്, മാത്രമല്ല എനിക്ക് എന്റെ പവർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ഒരു ട്രെയിനിങ്ങും എടുത്തിട്ടില്ല, ട്രെയിനിങ്ങിന് ശേഷം ഇവിടെ വേണമെങ്കിലും നിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. പിക്കലോ ആണെങ്കിൽ അതിന് മറുപടി പറയാതെ മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. ഗുഹാനാണെങ്കിൽ അവന്റെ പിന്നാലെ ഓടി നിലവിളിക്കും, പക്ഷെ അവന്റെ ശബ്ദം കേൾക്കില്ല. ഇവിടെ ഗുഹാൻ അവനാണെങ്കിൽ ഒറ്റയ്ക്ക് ആ കാട്ടില് അങ്ങനെ പേടിച്ച് കരയാനായിട്ട് തുടങ്ങാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാമയെ കാണിക്കും. ആളാണെങ്കിൽ ഗുഹാന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ബ്ലാക്ക് മാനോട് പറയും, ആ പിക്കലോ അവൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോകുവിനോടൊപ്പം കൂടി ആ റോബോട്ട് മാനെ കൊല്ലാൻ അവൻ ോടൊപ്പം നിന്നു, പക്ഷേ അവന്റെ എയിം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഈ ഒരു ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യുക എന്നതാണ്. പക്ഷേ നമ്മളുടെ ലക്ഷ്യം ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കടുകണ പോലും മാറാനായിട്ട് പാടില്ല. സയാൻസ് അവർ നമ്മൾ കരുതും പോലെ നിസ്സാരക്കാരല്ല. പിക്കാലോയ്ക്ക് അവരുടെ പവർ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവനിപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടെ ഗോകുവിന്റെ കൂടെ ഒന്നിക്കുന്നത്. ഡ്രാഗൺ ബോളിലൂടെ ഗോകുവിനെ തിരികെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഗോഹാന് ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് 100% ശരിയാവണമെന്നില്ല, പക്ഷേ എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ സയാൻസിന്റെ അറ്റാക്കില് പിക്കലോ അവൻ ഇല്ലാതാവും. അതവന് നന്നായിട്ട് അറിയാം. പിക്കലോയും ഞാനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കുന്ന എല്ലാം എനിക്കും കാണാനായിട്ട് കഴിയും. അതെന്റെ ഒരു ദുർവിധി തന്നെയാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോകുവിനെ കാണിക്കും. ഗോകുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഗോഹാൻ അവൻ ഇത്രയും പവർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അവൻ എന്റെ ബ്രദറിനെ ഇടിച്ച് തെറിപ്പിച്ചു, അവൻ പറഞ്ഞതനുസരിച്ച് എന്റെ മകന്റെ പവർ അതെന്നെ കഴിഞ്ഞു ഒരുപാട് കൂടുതലാണ്, അവൻ എന്റെ മകനല്ലേ, അതുകൊണ്ട് അവന് നല്ല പവർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഗോകു ആണെങ്കിൽ അല്പം കൂടെ വേഗത കൂട്ടാനായിട്ട് ഇപ്പൊ ഷോർട്ടായി തുള്ളിച്ചാടിയൊക്കെ ഇങ്ങനെ ആ വഴിയിലൂടെ വളരെ സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടും. ഗോകു ആണെങ്കിൽ സിമ്പിളായിട്ട് എടുത്തു ചാടുന്നതിനിടയ്ക്ക് ഇപ്പൊ അവന്റെ കൺട്രോൾ പോയി അവൻ ആ മേഘങ്ങൾക്കിടയിൽ പെട്ടുപോകും. എന്തോ ഒരു ശക്തി അവനെ പിടിച്ചു വലിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ ഫൈറ്റ് ചെയ്ത് മിസ്സിന് വീണ്ടും ആ പാലത്തിലേക്ക് കയറുകയാണ്. ഓ നോ, ഞാനിപ്പോ ആ നരകത്തിൽ പെട്ടുപോയനെ. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും എനിക്ക് തിരികെ വരാൻ പറ്റില്ല. ഇതുപോലുള്ള കുറുക്കു വഴികൾ വളരെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഓടും. അതേസമയം ഇവിടെ നമ്മുടെ ഗോഹാൻ അവന്റെ മുൻപിൽ വലിയൊരു ദിനോസർ. ഗോഹാനാണെങ്കിൽ ഉഷാറായിട്ട് നിലവിളിച്ചോടും. പക്ഷെ അടുത്ത നിമിഷം അവൻ കാല് തട്ടി തെറിച്ച് വീഴുകയാണ്. ആ ദിനോസർ ആണെങ്കിൽ അവനെ തിന്നാൻ തൊട്ടടുത്തെത്തും. പക്ഷെ അപ്പോഴേക്കും അവന്റെ പവർ അത് അവയ്ക്കനായി അടുത്തുണ്ടായിരുന്ന വലിയൊരു മലയിലേക്ക് അവൻ അങ്ങനെ താനെ കയറി വരും. ഗോഹാനാണെങ്കിൽ ചുറ്റും നോക്കി ഇപ്പൊ കരയാനായിട്ട് തുടങ്ങും. അതേസമയം ഗോകു അവനാണെങ്കിൽ ആ ഡ്രൈവറിനെ ശപിക്കുകയാണ്. ഓ നോ, അയാളാണ് പറഞ്ഞത് ഞാൻ മരിച്ചതുകൊണ്ട് എനിക്ക് വിശക്കില്ല എന്ന്, പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ഓടും. ഇവിടെ നമ്മുടെ മുട്ടപ്പൻ അവനാണെങ്കിൽ മാസ്റ്ററിന് മുൻപിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, നീ പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അവിടേക്ക് പോയത്? ഇപ്പൊ മരിച്ച കാര്യവും ഗോഹാന് സംഭവിച്ച കാര്യവും അത് പറയാനായിട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? അതിന് മുട്ടപ്പനാണെങ്കിൽ സഹി കേട്ട് അവരോട് പറയും, ഗോകു മരിച്ച കാര്യം ഞാൻ എങ്ങനെ അവരോട് പറയും, എനിക്കതിന് കഴിയില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പറ. ഉൽമയാണെങ്കിൽ കത്ത് കേട്ട് ഇറിറ്റേറ്റഡ് ആയി അവനോട് ചോദിക്കും, ആ ഡ്രാഗൺ ബോള് അതിവിടേക്ക് കൊണ്ടുവരുന്ന കാര്യം അതെന്തായി? അതിനവൻ തലയ്ക്ക് കൈ കൊടുക്കും. അയ്യോ, ഞാനത് മറന്നുപോയി. കട്ട് ചെയ്താ ഇവിടെ ഗോഹാൻ അവനാണെങ്കിൽ വിശന്ന് തളർന്ന് ഇപ്പൊ ആ പാറയുടെ മുകളിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ അവനാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അടുത്ത നിമിഷം എന്തോ ഒന്ന് അവന്റെ അടുത്തേക്ക് വന്ന് വീഴുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കും. അവൻ തിരിഞ്ഞു നോക്കും, 2 ആപ്പിള് അവന്റെ അടുത്ത് കിടക്കുകയാണ്. അവനാണെങ്കിൽ അതെടുത്ത് കഴിക്കും. പക്ഷെ അവനാണെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടില്ല. എന്റെ അമ്മ തരുന്ന ഫുഡ് പോലെ ഇതില്ല. ഇപ്പൊ ദൂരത്തായിട്ട് മോൺസ്റ്റർ പിക്കലോ അവനാണെങ്കിൽ
ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ സ്വന്തമായിട്ട് തന്നെ സർവൈവ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ നിന്റെ മേലെ വെച്ച പ്രതീക്ഷ അത് നഷ്ടമാവും. നീ വെറും ഒരു സാധാരണ മിഷനായി തീരുമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ അവനാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും. അവൻ ഇപ്പോഴും ആ വലിയ പാറയിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. അവനാണെങ്കിൽ ഭയന്ന് കരയാനായിട്ട് തുടങ്ങും. അപ്പൊ ദൂരത്തായിട്ട് ചില മോൺസ്റ്റർ ആണാണെങ്കിൽ അവനോട് പറയും, നീ തന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരണം. സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി അത് നീ ഇനിയെങ്കിലും നേടിയെടുക്കണം. കട്ട് ചെയ്താ ചീച്ചിയാണെങ്കിൽ അവളുടെ പപ്പയുടെ വണ്ടിയിൽ അങ്ങനെ ഗോക്കുവിനെയും ഗോഹാനെ അന്വേഷിച്ച് കാമേ ഹൗസിലേക്ക് വരികയാണ്. ചീച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രസ്റ്റാണ്. നൈറ്റ് മുഴുവൻ ഉണ്ടായിട്ടും ഗോക്കു ഒരു തവണ പോലും എന്നെ കോൾ ചെയ്തില്ല. ഗോഹാനും എന്നെ വിളിച്ചില്ല. അവന്റെ ഇന്നലത്തെ ഒരു ക്ലാസ് അത് ഓൾറെഡി മുടങ്ങി. ഇന്നും കൂടെ ക്ലാസ് മുടങ്ങിയാൽ അത് ഒട്ടും ശരിയാവില്ല എന്ന് പറയും. ഓക്സ് കിങ് ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അവളാണെങ്കിൽ കൂടുതൽ ടെൻസ്ഡായി നല്ല സ്പീഡിൽ വണ്ടി അങ്ങനെ പറപ്പിച്ച് വിടുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കാമേ ഹൗസിൽ ബുൽമ അവൾ ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മാന്റെ ആ ഒരു ഡിവൈസ് അതിപ്പോ ശരിയാക്കിയിരിക്കുകയാണ്. അവളാണെങ്കിൽ എല്ലാവരെയും വിളിക്കും. അവിടെ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതിൽ കൺട്രോൾ പോയ ബുൽമ ടച്ചറും പൊച്ചറും ഷൂട്ട് ചെയ്യും. നൈറ്റ് ഒരിറ്റു പോലും ഉറങ്ങാതെയാണ് ഞാനിത് റെഡിയാക്കിയത്. എന്നിട്ട് എന്റെ മുൻപിൽ കടന്ന് നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുകയാണോ? നിങ്ങൾ എല്ലാവരും അല്പം മുൻപോട്ടേക്ക് പോയോ, ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറയും. അവളാണെങ്കിൽ ആദ്യം മാസ്റ്ററിനെ ചെക്ക് ചെയ്യും. 139 മാസ്റ്ററിന്റെ പവർ അത് 139 ആണ് ഇതിൽ കാണിക്കുന്നത്. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ അവന്റെ പവർ അത് ചെക്ക് ചെയ്യാനായിട്ട് പറയും. മൊട്ടപ്പന് 206. മൊട്ടപ്പനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. എനിക്കിപ്പോ മാസ്റ്ററിനെ കഴിഞ്ഞ് കൂടുതൽ പവറുണ്ട്, ഞാനാണ് ബലശാലി എന്ന് പറഞ്ഞ് അവൻ ഹാപ്പിയാവും. അടുത്ത നിമിഷം അവരാണെങ്കിൽ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കും. അവരാണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കും. വന്നത് സാക്ഷാൽ ഉണ്ടപ്പൻ ആണെങ്കിൽ മൊട്ടപ്പനോടും ടീമിനോടും പറയും, നിങ്ങളെ കോറിൻ പറഞ്ഞതനുസരിച്ച് ട്രെയിനിങ്ങിന് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നിങ്ങൾ എത്രയും വേഗം ആ ടവറിന്റെ അടുത്തേക്ക് വരണം. അവിടെ വെച്ച് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അത് ഞാൻ നിങ്ങൾക്ക് തരും. ഉണ്ടപ്പനാണെങ്കിൽ അത്രയും പറഞ്ഞ് അവന്റെ കാർ എടുത്ത് അവിടെ നിന്ന് കടന്നു പോവാണ്. അല്പസമയം കഴിയുമ്പോൾ മറ്റൊരു കാർ അവിടേക്ക് വരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കും. അവരാണെങ്കിൽ അത് ആരാണെന്ന് നോക്കും. മറ്റാരുമല്ല, ഓക്സ് കിങ്ങും ചീച്ചിയും. അവരെ കാണേണ്ട താമസം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. ഓ നോ, ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഓക്സ് കിങ് ആണെങ്കിൽ മിസ്റ്റർ റോഷിയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ചീച്ചി ആണെങ്കിൽ ഫുൾ കലിപ്പില് ഇപ്പൊ ഗോകുനെയും ഗോഹാനെ അന്വേഷിക്കും. അതിന് മാസ്റ്റർ ആണെങ്കിൽ നടന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ അവരോട് പറയാണ്. ഓക്സ് കിങ് ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, ഗോഹാനെ ആ പിക്കലോ അവൻ കൊണ്ടുപോയെന്നോ? ഗോകുവിന് അവൻ എന്ത് സംഭവിച്ചു? റോഷി ആണെങ്കിൽ തല താഴ്ത്തി ഗോകു അവൻ കൊല്ലപ്പെട്ടു എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ചീച്ചി ബോധം കെട്ട് താഴേക്ക് വീഴും. ഇതാ ഇവിടെ പിക്കലോയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോഴും ഗോഹാനെ നോക്കിയിരിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ പൂർണ്ണചന്ദ്രനെ കാണും. അവൻ അതിനെ കാണേണ്ട താമസം അവന്റെ ഹാർട്ട് ബീറ്റ് കൂടാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം അവൻ ആ മോൺസ്റ്റർ കുരങ്ങനായിട്ട് മാറുകയാണ്. ഗോഹാനാണെങ്കിൽ താഴേക്ക് ചാടി ആ വലിയ മല അതങ്ങനെ തകർത്ത് കളയും. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് തകർക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു സെക്കൻഡ് ഗോകുവിന്റെ ബ്രദർ ആ സയന്റ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. സയൻസിന്റെ യഥാർത്ഥ പവർ അത് ഫുൾ മൂണിലാണ്. ഫുൾ മൂൺ കണ്ടാൽ അവരുടെ പവർ അത് പുറത്തേക്ക് വരും. പിക്കലോ ആണെങ്കിൽ ഞൊട്ടിയടയില് അതങ്ങനെ തകർത്ത് കളയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഗോഹാൻ അവൻ നോർമലായി ബോധം കെട്ട് താഴേക്ക് വീഴും. പിക്കലോ അവന്റെ അടുത്തേക്ക് വരും. ഓ നോ, പൗർണമി അതാണ് ഡാൻസിന്റെ പവർ. ജസ്റ്റ് മിസ്സിനാണ് ഞാനത് നശിപ്പിച്ചു കളഞ്ഞത്. അതല്ല എങ്കിൽ അവൻ ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞാനെ. അവരുടെ ശക്തിയും ബലഹീനതയും ഇവരുടെ വാലാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ വാല് അതങ്ങനെ പറിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഡ്രസ്സും ആയുധവും കൊടുക്കും. നിനക്ക് ആവശ്യത്തിലേറെ സാധനങ്ങളും സഹായങ്ങളും ഞാൻ ചെയ്തു തന്നു. ഇനി എനിക്ക് ട്രെയിനിങ്ങിനുള്ള സമയമാണ്. 6 മാസം കൊണ്ട് നീ ഇവിടുന്ന് സർവൈവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രതീക്ഷകൾ അത് പോവണിയും നിനക്ക് ഞാൻ ട്രെയിനിങ് തന്ന് സ്ട്രോങ് ആക്കി മാറ്റും. ഇത്രയും പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.